ഫിലിം ചേംബറിൽ മത്സരിക്കാൻ സാന്ദ്ര തോമസ് സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള സാന്ദ്ര തോമസിന്റെ പത്രിക സ്വീകരിച്ചു. എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക പിൻവലിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി സൈഫുന്നിസ ചെയ്യുന്നുണ്ട്. സൈഫുന്നിസ, എന്തായാലും പോരാടാൻ ഉറച്ചിറങ്ങിയിരിക്കുകയാണ് എന്നാണ് നേരത്തെയും സാന്ദ്ര പറഞ്ഞിരുന്നത്. അതിന്റെ തുടർച്ചയായി തന്നെ ഇപ്പോൾ ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിലും സാന്ദ്ര എത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഹർഷൻ, ഇന്ന് ഫിലിം ചേംബറിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. അല്പസമയം മുമ്പാണ് സൂക്ഷ്മ പരിശോധന ആരംഭിച്ചത്. 2 സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര പത്രിക നൽകിയത്. ഇതിൽ ഒന്ന് സെക്രട്ടറി സ്ഥാനത്തേക്കാണ്. അതായത് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് സോണി തോമസ് എതിരില്ലാതെ തന്നെ തെരഞ്ഞെടുക്കപ്പെടും. ഇതുകൂടാതെ ജോയിന്റ് സെക്രട്ടറി എന്ന് പറയുന്നത് ഫിലിം ചേംബറിൽ സെക്രട്ടറിയാണ്. ഇതിൽ 2 സെക്രട്ടറിമാർക്കാണ് സ്ഥാനമുള്ളത്. ഇതിൽ ഒന്നിലേക്കാണ് സാന്ദ്ര ഇപ്പോൾ പത്രിക നൽകിയിരിക്കുന്നത്. ആ പത്രിക സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എക്സിക്യൂട്ടീവിലേക്കും സാന്ദ്ര പത്രിക നൽകിയിരുന്നു, അതും സ്വീകരിച്ചു. പക്ഷേ ഏതെങ്കിലും ഒന്നിനെ മത്സരിക്കാവൂ എന്ന ഒരു നിബന്ധന ഉള്ളത് കൊണ്ട് തന്നെ സാന്ദ്ര ഇപ്പോൾ എക്സിക്യൂട്ടീവിലേക്ക് നൽകിയ പത്രിക പിൻവലിച്ചിരിക്കുകയാണ്. ഈ മാസം 27-നാണ് ഫിലിം ചേംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും ഒപ്പം തന്നെ വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും എല്ലാം തന്നെ ഒരു മാതൃസംഘടന എന്ന നിലയിലാണ് ഫിലിം ചേംബർ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫിലിം ചേംബറിൽ എല്ലാവർക്കും തന്നെ മത്സരിക്കുക, അതിന് ഇത്ര സെൻസസ് സർട്ടിഫിക്കറ്റ് വേണമെന്നോ അങ്ങനെയൊന്നും നിബന്ധനകൾ ഒന്നുമില്ല. അംഗമായാൽ മാത്രം മതി. എന്തായാലും സാന്ദ്ര മത്സരിക്കാൻ തന്നെ ഉറച്ചിരിക്കുകയാണ്, പോരാടാൻ ഉറച്ചിരിക്കുകയാണ്. ഇതിലെല്ലാം തന്നെ ഒരേ ആളുകൾ തന്നെയാണ്. ഈ ഫിലിം ചേംബറിലാണെങ്കിലും പ്രൊഡ്യൂസർ അസോസിയേഷനിലാണെങ്കിലും തിയേറ്റർ ഉടമകളുടെ സംഘടനയിലാണെങ്കിലും ഒക്കെ ഒരേ ആളുകൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പല ഭാരവാഹികളായിട്ട് വരുന്നത്. നേരത്തെ തന്നെ സാന്ദ്ര വിമർശനമായി ഉന്നയിച്ച കാര്യവുമാണ്. എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തോൽക്കുകയും 2 പോസ്റ്റുകളിലേക്ക് മത്സരിക്കാൻ കഴിയാതെയും വരികയും ചെയ്തതോടെയാണ് ഇപ്പോൾ ഫിലിം ചേംബറിലേക്ക് സാന്ദ്ര പത്രിക നൽകിയത്. ആ പത്രിക സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഫിലിം ചേംബറിന്റെ സെക്രട്ടറി പോസ്റ്റിലേക്ക് സാന്ദ്ര സ്ഥാനാർത്ഥിയായി നിൽക്കും. സൈഫുന്നിസയാണ് വിവരങ്ങൾ നൽകിയത്.